വീണ്ടും സ്വാഗതം. അപ്പോൾ ന്യൂസ് മോർണിംഗ് തുടരുമ്പോൾ ഇനി നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സർക്കാർ റെക്കോർഡ് ഇട്ടത് അടിയന്തര പ്രമേയം എന്തുകൊണ്ടുവരുന്നു അതിനൊക്കെ അനുമതി നൽകിക്കൊണ്ടല്ലേ? എല്ലാ അടിയന്തര പ്രമേയവും വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിയമസഭയിൽ. ഇന്ന് എന്താണ് അടിയന്തര പ്രമേയം വരാൻ പോകുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല വിഷയങ്ങളും ചോദ്യങ്ങളായി നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തൊക്കെയാണ് അത്? ഒന്ന് പ്രധാനപ്പെട്ടത് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം. നമുക്കറിയാം, വലിയ സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായതാണ്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ സുരക്ഷാ വിഷയമാണ് പ്രതിപക്ഷം ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. കാരണം വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരു തടവുകാരൻ ഒരു പ്രയാസവുമില്ലാതെ ജയിൽ ചാടി രക്ഷപ്പെട്ടു എന്നുള്ളത് അത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. അതെന്തായിരുന്നു ചോദിക്കും. അപ്പോൾ ചോദ്യോത്തര വേളയിൽ എന്തായാലും പ്രതിപക്ഷ MLA-മാർ ഈ ചോദ്യം ഉന്നയിക്കുക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി വിരൽ മുറിച്ചു മാറ്റിയ സംഭവം ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത്. അപ്പോൾ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ശബരിമല സ്ത്രീ പ്രവേശനം സ്വാഭാവികമായും ചോദ്യമായിട്ട് വരും. അത് വിഷയത്തിലെ കേസുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരിക. കാരണം ഒരു രാഷ്ട്രീയ തീരുമാനമാണല്ലോ. ഒരു ശബരിമല ഒരു സംഗമം, ആഗോള സംഗമമൊക്കെ ഭരണപക്ഷം നടത്തിക്കഴിഞ്ഞു. അതിനു മുമ്പ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം, അതിനുശേഷവും പ്രതിപക്ഷത്തിന്റെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പിൻവലിക്കണമെന്നുള്ളതാണ്. അതെന്തായി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വിഷയങ്ങൾ ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെ നടക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് തിരുവനന്തപുരത്ത് തന്നെ ചോദിക്കാമല്ലോ. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഷിജോ, ഇന്നിപ്പോ സഭ ചേരുമ്പോൾ ധാരാളം വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ചോദിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സഭയിൽ പ്രതീക്ഷിക്കേണ്ടത്? ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഇന്ന് ഉയർത്തിക്കൊണ്ടുവരും ഷിജോ? ജിൽസി പറഞ്ഞിടത്തു നിന്നാണ് തുടങ്ങേണ്ടത്. കാരണം ഈ അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ അതിന് അനുമതി നൽകി അത് ചർച്ച ചെയ്യാമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് റെക്കോർഡ് ഇടുന്ന രീതിയിലേക്കാണ് രണ്ടാം പിണറായി സർക്കാർ പോകുന്നത്. ഏതാണ്ട് ഇതുവരെ പിണറായി സർക്കാരിന്റെ കാലത്ത് 17 അടിയന്തര പ്രമേയ ചർച്ചകളാണ് നിയമസഭാ സമ്മേളന കാലയളവിൽ നടന്നിട്ടുള്ളത്. ഈ 17 അടിയന്തര പ്രമേയ ചർച്ചകളിൽ തുടർച്ചയായിട്ട് 4 അടിയന്തര പ്രമേയം ചർച്ച വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഈ സഭാ സമ്മേളന കാലയളവിലെ അടിയന്തര പ്രമേയ ചർച്ചകളുടെ സ്വഭാവം പരിഗണിച്ചാൽ നമുക്കറിയാം, പോലീസിന്റെ കസ്റ്റഡി മരണം, ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, സംസ്ഥാനത്തെ വിലക്കയറ്റം, കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ധനപ്രതിസന്ധി, ഈ വിഷയങ്ങളെല്ലാം ജനകീയ വിഷയങ്ങളായതുകൊണ്ട് തന്നെ അതിനെല്ലാം സർക്കാർ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വിഷയദാരിദ്ര്യമൊന്നുമില്ല. ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് അങ്ങേയറ്റം കൊമ്പ് കോർക്കുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ നിന്ന് കണ്ടത്. ഇന്നെന്തായാലും നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്കിടെ BJP നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയത്, രാഹുൽ ഗാന്ധിയെ വെടിയുതിർത്ത് വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ വിഷയം അടിയന്തരമായിട്ട് നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയമായിരിക്കും പ്രതിപക്ഷം ഇന്നിപ്പോൾ നിയമസഭയിൽ കൊണ്ടുവരിക. കാരണം ഇതിനകത്ത് കോൺഗ്രസ് ആരോപിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. BJPയും CPM തമ്മിലുള്ള പലതരത്തിലുള്ള ഡീലിംഗ്സുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസിന്റെ സമ്മതനായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു BJP നേതാവ് ചാനൽ ചർച്ചയ്ക്കിടെ വധഭീഷണി മുഴക്കുന്നു. ആ BJP നേതാവിനെതിരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ ഉന്നയിക്കുക. പേരാവൂർ MLA സണ്ണി ജോസഫ് ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. അങ്ങനെ എന്തായാലും ആ വിഷയം ചർച്ചയ്ക്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണേണ്ടതാണ്. എന്തായാലും ചർച്ചയ്ക്കെടുത്തില്ല എങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ ചോദ്യോത്തര വേള മുതൽ തന്നെ നിർണായകമായിട്ടുള്ള, അല്ലെങ്കിൽ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന നിർണായകമായിട്ടുള്ള പല ചോദ്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, കണ്ണൂർ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ജയിലിൽ ചാടിയത് ചോദ്യോത്തര വേളയിൽ പ്രതിപക്ഷ MLA-മാർ ചോദിക്കുന്നുണ്ട്. കാരണം അത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ്. എങ്ങനെ ഒരു കൈയില്ലാത്ത ഗോവിന്ദചാമി എങ്ങനെ അത്രയും അതീവ സുരക്ഷാ ജയിൽ എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്ന് എങ്ങനെ ജയിലിൽ ചാടുമെന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഉയർന്നു വന്നതാണ്. അതിന് സർക്കാർ എന്ത് മറുപടി നൽകുമെന്നുള്ളത് ആകാംക്ഷ ഉയർത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും അതാണ് ചോദ്യോത്തര വേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. മറ്റൊന്നെന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റിയ സംഭവം ചോദ്യോത്തര വേളയിൽ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനിടെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത കേസുകൾ സർക്കാർ പിൻവലിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വലിയ തരത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അത് ശ്രദ്ധ ക്ഷണിക്കലായിട്ട് ഇന്നിപ്പോൾ സഭയുടെ പരിഗണനയിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ബില്ല് നിയമസഭയ്ക്ക് മുമ്പാകെ വരുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ സഭാ സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ദീർഘ അവധിയാണ്. അടുത്ത മാസം 6-ാം തീയതിയെ
ഇനിയിപ്പോൾ സഭ ചേരുകയുള്ളൂ. 6-ാം തീയതി സഭ ചേർന്ന് പിന്നെ 10-ാം തീയതി വരെയേ ഉള്ളൂ. 10-ാം തീയതി കൊണ്ട് ഈ സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ സഭയിൽ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്താൽ ആ രീതിയിൽ മുന്നോട്ട് പോകും. ചർച്ചയ്ക്ക് എടുത്തില്ല എങ്കിൽ ചോദ്യോത്തരവേള മുതൽ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം സഭാ സമ്മേളനം കൊണ്ടുപോകാനുള്ള ഇന്ന് സഭ സാധ്യത പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഷിജോ കുര്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൈ ദ ബൈ ഷിജോ കുര്യന്റെ ഷർട്ട് നന്നായിട്ടുണ്ട്. നന്നായിട്ടുള്ള ഇഷ്ടപ്പെട്ടു.